നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. ദ്വാരപാലക കേസിലും തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിൽ. സ്വർണ്ണക്കൊള്ളക്കേസിൽ KP ശങ്കർദാസ് റിമാൻഡിൽ. വിജിലൻസ് കോടതി ജഡ്ജി ശങ്കർദാസ് ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിൽ നേരിട്ടെത്തി. പോലീസ് നിരീക്ഷണത്തിൽ ശങ്കർദാസ് ആശുപത്രിയിൽ തുടരും. സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയേക്കും. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മങ്കൂട്ടത്തിൽ MLA വീണ്ടും ജയിലിൽ. ജാമ്യാപേക്ഷയിൽ നാളെ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയും. പരാതിക്കാരിക്കെതിരെ രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാൻ രാഹുലിനെ സ്വകാര്യമായി കാണണമെന്ന് 2 മാസം മുൻപും യുവതി ആവശ്യപ്പെട്ടു. ചാറ്റുകൾ പുറത്തുവിട്ട് ഫെനി. മുന്നണി മാറ്റത്തിലെ അഭിപ്രായ ഭിന്നതയ്ക്കിടെ കേരള കോൺഗ്രസ് M സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നാളെ. മാണി ഗ്രൂപ്പുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ. മാധ്യമ സൃഷ്ടിയെന്നും ഒരു വിസ്മയവും UDF അവകാശപ്പെട്ടിട്ടില്ലെന്നും അടൂർ പ്രകാശ്. നേതാക്കളുടെ ഗൃഹസന്ദർശന പരിപാടിക്ക് മാർഗരേഖയുമായി CPM. ജനങ്ങളുടെ വാക്കുകൾ ക്ഷമാപൂർവ്വം കേൾക്കാൻ നിർദ്ദേശം. വിമർശിക്കുന്നത് മതങ്ങളെയല്ല വർഗീയ സംഘടനകളെയെന്ന് ബോധ്യപ്പെടുത്തണം. പത്മകുമാറിനെതിരായ നടപടി കുറ്റപത്രം വന്ന ശേഷമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി. ന്യൂസ് 18 ഫോളോ അപ്പ്. CSR തട്ടിപ്പിൽ ബിജു രാധാകൃഷ്ണനെ സംരക്ഷിച്ച് സ്ഥാപന ഉടമ. സ്ഥാപനങ്ങൾ തന്റേതെന്നും താനാണ് സംരക്ഷിക്കുന്നതെന്നും നിഷ പീറ്റർ. NGO ഹെൽപ്പ് ഫൗണ്ടേഷന്റെ ലൈസൻസ് രേഖകൾ ന്യൂസ് 18. ജനനായകൻ വൈകും. നിർമ്മാതാക്കൾക്ക് സുപ്രീം കോടതിയിൽ തിരിച്ചടി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ വീണ്ടും സമീപിക്കാൻ നിർദ്ദേശം. ചൊവ്വാഴ്ച കേസ് പരിഗണിക്കണമെന്നും സുപ്രീം കോടതി. നാസ സ്പേസ് എക്സ് ക്രൂ 11 ദൗത്യ സംഘം കാലാവധിയിന് മുമ്പേ ഭൂമിയിൽ തിരിച്ചെത്തി. ബഹിരാകാശ സഞ്ചാരത്തിൽ ഒരാൾക്ക് ആരോഗ്യ പ്രശ്നം. പേടകം പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്തു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യം. ഇറാനിൽ ഖമനേയി കാലത്തിന് ഉടൻ അവസാനമാകുമെന്ന് അമേരിക്ക. പ്രക്ഷോഭത്തിൽ ഖമനേയി ഭരണം വീഴുമെന്ന് ട്രംപ്. അമേരിക്കൻ ആക്രമണം ആസന്നമായിരിക്കെ ഇറാൻ വിടാൻ സ്വന്തം പൗരന്മാരോട് കൂടുതൽ രാജ്യങ്ങൾ. വ്യോമപാത താൽക്കാലികമായി അടച്ച് ഇറാൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ KP ശങ്കർദാസ് റിമാൻഡിൽ. കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ശങ്കർദാസ് ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരം SP മെഡിഫോർട്ട് ആശുപത്രിയിൽ നേരിട്ടെത്തിയാണ് നടപടികൾ പൂർത്തിയാക്കിയത്. ഇതോടെ പോലീസ് നിരീക്ഷണത്തിൽ ശങ്കർദാസ് ആശുപത്രിയിൽ തുടരും. അതേസമയം ശങ്കർദാസിനെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്താകും തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ അംഗമായിരുന്ന ശങ്കർദാസിന്റെ അറസ്റ്റ് വൈകുന്നതിനെതിരെ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം SITയുടെ തലവൻ SP S ശശിധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തി ശങ്കർദാസിന്റെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തത്. അതിന് പിന്നാലെയാണ് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി നേരിട്ട് ഈ ആശുപത്രിയിലെത്തി റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ അറിവ് ശങ്കർദാസിനും ഉണ്ടായിരുന്നു എന്നാണ് SITയുടെ വെളിപ്പെടുത്തൽ. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് സ്വർണം ഉരുക്കി മാറ്റുന്നതിന് വേണ്ടിയായിരുന്നു എന്ന കാര്യം അന്നത്തെ അംഗങ്ങളായിരുന്ന N വിജയകുമാറിനും ശങ്കർദാസിനും കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏതെങ്കിലും തരത്തിൽ നേരത്തെ തന്നെ അറിവ് ലഭിച്ചിരുന്നു. ഈ കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണത്തിന് വിശദമായ പരിശോധനയും ചോദ്യം ചെയ്യലും വേണ്ടിവരുമെന്നാണ് SIT നൽകുന്ന സൂചന. പക്ഷാഘാതത്തെ തുടർന്ന് ഏറെ നാളുകളായി ശങ്കർദാസ് തിരുവനന്തപുരത്ത് ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ തന്നെ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്, അതായത് സ്പെഷ്യൽ സെല്ലിലേക്ക് മാറ്റുമോ എന്ന കാര്യത്തിലൊക്കെ വൈകാതെ തന്നെ വ്യക്തത കൈവരും. എന്തായാലും ശങ്കർദാസിന്റെ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത വിവരവും അതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികളും ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം അടുത്തയാഴ്ച സമർപ്പിക്കുന്ന ഇടക്കാല റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പരാമർശിക്കും. അതിനുശേഷമായിരിക്കും കോടതിയുടെ നിരീക്ഷണത്തിൽ തുടർ നീക്കങ്ങളിലേക്ക് SIT കടക്കുക.
ശബരിമല ദ്വാരപാലക ശില്പപാളി കേസിലും തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. നിലവിൽ കട്ടിളപ്പാളി കടത്തിയ കേസിൽ അറസ്റ്റിലായ റിമാൻഡിൽ കഴിയ തന്ത്രിയെ ജയിലിലെത്തിയാണ് SIT സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നാളെ കസ്റ്റഡി അപേക്ഷ നൽകാനും അന്വേഷണ സംഘം തീരുമാനിച്ചു. അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, തന്ത്രിക്ക് എന്തായാലും കുരുക്ക് മുറുകയാണ്, ഒപ്പം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും. രണ്ടാമത്തെ കേസിലും മുൻ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ജയിലിലെത്തിയാണ് അന്വേഷണ സംഘം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നേരത്തെ കട്ടിളപ്പാളി കേസിലാണ് ആദ്യം തന്ത്രിയെ കസ്റ്റഡി എടുക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇപ്പോൾ ദ്വാരപാലക ശില്പങ്ങൾ കടത്തിക്കൊണ്ടുപോയ കേസിലും തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. തന്ത്രിയുടെ അനുമതിയില്ലാതെ ദ്വാരപാലക ശില്പങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകാനാകില്ല. ദേവന്റെ അനുജ്ഞ പ്രകാരം തന്ത്രി പറയാതെ അവിടെ നിന്ന് ഒന്നും സന്നിധാനത്തിന് പുറത്തേക്ക് വിലപിടിപ്പുള്ള ഒന്നും, പ്രത്യേകിച്ച് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തന്ത്രി അറിയാതെ ഇത് പുറത്തു കൊണ്ടുപോയി എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നതും അവിടെ ഏതാണ്ട് 20 വർഷത്തിലേറെ നീണ്ട അടുത്ത ബന്ധം ഇയാളുമായി ഉള്ളതുമൊക്കെ തന്ത്രിക്ക് കുരുക്കാവുകയായിരുന്നു. അതേ തുടർന്നാണ് രണ്ടാമത്തെ കേസിലും തന്ത്രിയെ ഇപ്പോൾ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നാളെ കസ്റ്റഡി അപേക്ഷ തന്ത്രിയെ ഈ കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യണം അതിന്റെ ആവശ്യവുമായി അന്വേഷണ സംഘം കോടതിയെ സമീപിക്കും. കസ്റ്റഡി ലഭിക്കാൻ തന്നെയാണ് സാധ്യത. ഇതേസമയം കഴിഞ്ഞ ബോർഡിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തൊട്ടുമുമ്പുള്ള പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളും തുറക്കുകയാണ്. ചോദ്യം ചെയ്യാൻ വീണ്ടും നോട്ടീസ് നൽകിയിട്ടുണ്ട്. നേരത്തെ ഈ വിഷയത്തിൽ തന്നെ പ്രശാന്തിന്റെ മൊഴിയെടുത്തതാണ്. അന്ന് കൂടുതൽ നടപടികളിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും വിളിച്ചു വരുത്തുകയാണ്. 2019 ഉണ്ടായതുപോലെ വീണ്ടും ഈ ബോർഡിന്റെ കാലത്തും സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയി ചെന്നൈ സ്മാർട്ട് ഗ്ലേഷ്യർസിലേക്ക് കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്താൻ കൊണ്ടുപോയിരുന്നു. അതും നിയമവിരുദ്ധമാണ്, അല്ലെങ്കിൽ ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൽ എന്താണ് ക്രമവിരുദ്ധമായി നടന്നിട്ടുള്ളത്, അങ്ങനെ പ്രശാന്തിന്റെ പങ്കെന്താണ്, സാമ്പത്തികമായി പ്രശാന്തിന് ഏതെങ്കിലും തരത്തിൽ ഇത് നേട്ടമുണ്ടാക്കിയിട്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സ്വാഭാവികമായി അന്വേഷണമുണ്ടാകും. മുൻ പ്രസിഡന്റ് പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്ത ഏകദേശം സമാനമായ കുറ്റകൃത്യത്തിനാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പ്രശാന്തിന്റെ അറസ്റ്റിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. ഏതായാലും അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ കൂടുതൽ ഉന്നതരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത്. രണ്ടാമത്തെ കേസിലും തന്ത്രിയെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ശരിയാണോ? ശബരിമലയിലെ ആടിയ ശിഷ്ടം നെയ് വിൽപ്പനയിലെ ക്രമക്കേടിൽ വിജിലൻസ് കേസെടുത്തു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കേസ്. SP മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതല. 36,24,000 രൂപയുടെ ക്രമക്കേട് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. 13,679 പാക്കറ്റ് നെയ് വിറ്റ വകയിലുള്ള പണം ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ അടച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. സ്വർണ്ണക്കൊള്ളയിൽ SIT ശരിയായ ദിശയിൽ അന്വേഷണം നടത്തുന്നുവെന്ന് EP ജയരാജൻ. അതിനെ പ്രശംസിക്കുകയാണ് വേണ്ടതെന്നും EP പറഞ്ഞു. SIT ശരിയായ നിലയിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു പരിഗണനയും ആർക്കും നൽകാതെ നീതിപൂർവമായ അന്വേഷണവും നടപടികളും സ്വീകരിക്കുന്നു. എല്ലാവരും ആ നിലപാടിനെ പ്രശംസിക്കുകയാണ് വേണ്ടത്. ഒരു സംസ്ഥാന ഗവൺമെന്റ് നീതിപൂർവം ഈ കാര്യത്തിൽ അന്വേഷണം നടക്കണം എന്ന നിലപാടെടുത്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. പാലടി ഗാനത്തിന്റെ മറവിൽ സഖാക്കളെ കള്ളന്മാരാക്കാനുള്ള ശ്രമമാണ് UDF നടത്തിയതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ആ ശ്രമം വിലപ്പോവില്ല. സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം നൽകുമ്പോൾ CPM നേതാക്കൾക്കെതിരായ നടപടി ഉറപ്പുവരുത്തുമെന്നും സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ബേബി പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കള്ളന്മാരാണ് എന്ന് ചിത്രീകരിക്കുന്നൊരു പാലടി ഗാനത്ത് എന്ത് വലിയ അസംബന്ധമാണത്. അത് ഇങ്ങനെ അടിയിലൂടെ ശബരിമല സംഭവമായിട്ട് ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കപ്പെട്ടു. അപ്പോൾ കുറച്ച് ആളുകൾ അതുപോലുള്ള UDFന്റെ ഈ പാരഡി ഗാനമായി രാഷ്ട്രീയ പ്രവർത്തനത്തെ കനകൂലിമാരുടെ ഉപദേശമനുസരിച്ച് വെട്ടിച്ചുരുക്കിയ ആ സമീപനം അത് ചില സ്ഥലങ്ങളിൽ ചില ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. കേസിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയതാണ്. കാര്യം ഇവര് ഉത്തരവാദിത്വത്തിലിരുന്നപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഡിറലിഷൻ ഓഫ് ഡ്യൂട്ടി ആണോ ഉള്ളത്, അതോ അതിനപ്പുറം ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, അത് ചാർജ് ഷീറ്റ് സമർപ്പിക്കുമ്പോഴാണ് വ്യക്തമാവുന്നത്. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മങ്കൂട്ടത്തിൽ MLA വീണ്ടും ജയിലിൽ. കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ പത്തനംതിട്ട മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കി വീണ്ടും മാവേലിക്ക് ജയിലിലേക്ക് അയച്ചു.
അതേസമയം നാളെയാണ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ജാമ്യാപേക്ഷയിൽ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തീരുമാനം പറയും. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുകയും വീണ്ടും രാഹുലിനെ ജയിലിലേക്ക് മാവേലിക്കര ജയിലിലേക്ക് തന്നെ അയക്കുന്ന നടപടിയാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കഴിഞ്ഞ 3 ദിവസമായിട്ടുള്ള ഈ ചോദ്യം ചെയ്യൽ ഒരു തരത്തിലും അന്വേഷണ സംഘത്തോട് കൃത്യമായ രീതിയിലുള്ള മറുപടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായ മറുപടി നൽകാൻ രാഹുൽ തയ്യാറായില്ല എന്നുള്ളതാണ്. രാഹുലിന്റെ ഈ ഒരു നിസ്സഹകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയെ അന്വേഷണ സംഘം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പാസ്വേഡ് 2 ഫോണിന്റെയും പാസ്വേഡ് നൽകുക എന്നുള്ളത് നിരവധി തവണ ആവശ്യപ്പെട്ടു എങ്കിൽ പോലും തന്നെ അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിരുന്നില്ലായിരുന്നു. ഒപ്പം തന്നെ ഈ കേസിൽ ഏറ്റവും നിർണായകമായേക്കാവുന്ന ഒരു ലാപ്ടോപ്പ് അത് ഇതുവരെയും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാഹുലിന്റെ പത്തനംതിട്ടയിലെ വീട്ടിലെത്തി അടൂരിലെ വീട്ടിലെത്തി അന്വേഷണ സംഘം പരിശോധന നടത്തിയെങ്കിൽ പോലും തന്നെ അത് കണ്ടെടുക്കാൻ ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ തെളിവുകൾ കൂടുതൽ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നുള്ളത്. അതുതന്നെ അത് ശേഖരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. അന്വേഷണം ഊർജിതമായി നടക്കുമ്പോൾ പോലും തന്നെ ഈ 3 ദിവസവും കൃത്യമായ ചോദ്യങ്ങൾക്ക് ഒരു പുഞ്ചിരി മാത്രമായിരുന്നു രാഹുലിന്റെ ഭാഗത്തുനിന്നുള്ള മറുപടി. മറ്റൊന്ന്, അതായത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിക്കോളൂ, നിങ്ങളുടെ പണി അതല്ലേ എന്ന രീതിയിൽ ഒരു ചിരിയോടുകൂടി മാത്രമായിരുന്നു രാഹുൽ ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഇരിക്കുകയും ചെയ്തു. ഒരു തരത്തിലുമുള്ള ചോദ്യത്തിന് മറുപടി നൽകാൻ രാഹുൽ തയ്യാറായിട്ടില്ല. എല്ലാത്തിനും അഭിഭാഷകർ മറുപടി നൽകും അല്ലെങ്കിൽ പാസ്വേഡ് നൽകുക എന്നുള്ള ആവശ്യം നിരന്തരം അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചുവെങ്കിൽ പോലും തന്നെ അതിനും ഒരു നിസ്സഹകരണമായിരുന്നു രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നാളെയാണ് രാഹുലിന്റെ ഈ ജാമ്യാപേക്ഷയിൽ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയുക. ആ വേളയിൽ തന്നെ കോടതിയിൽ അന്വേഷണ സംഘം ഈ ചോദ്യം ചെയ്യൽ സംഭവിച്ച കാര്യങ്ങൾ, ഒപ്പം തന്നെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ, അതിൽ ഏതൊക്കെ തരത്തിലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ട് തുടങ്ങിയ വിശദ വിവരങ്ങൾ കോടതിയെ അറിയിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ വേളയിൽ രാഹുലിന്റെ സമീപനം, അന്വേഷണ സംഘത്തിന്റെ ചോദ്യത്തിനൊക്കെ കൃത്യമായി മറുപടി നൽകാത്ത ആ ഒരു സമീപനത്തെക്കുറിച്ചും സ്വാഭാവികമായും കോടതിയിൽ അന്വേഷണ സംഘം അറിയിക്കുകയും ചെയ്യും. എന്തായാലും 3ാമത്തെ പരാതിയിൽ ഇപ്പോൾ വീണ്ടും രാഹുൽ മാവേലിക്കര ജയിലിലേക്ക് പോവുകയാണ്. 24 വരെയാണ്, ഈ മാസം 24 വരെയാണ് രാഹുലിന്റെ റിമാൻഡ് കാലാവധി എന്നുള്ളത്. നാളെ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ രാഹുലിന് വീണ്ടും ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ കടുപ്പിച്ച് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. കൂടുതൽ തെളിവുകൾ, കൂടുതൽ ഡിജിറ്റൽ രേഖകൾ ഒക്കെ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതനുസരിച്ച് നാളത്തെ കോടതിയിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങളുണ്ടാകും. അത് കോടതി അംഗീകരിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാമത്തെ ബലാത്സംഗ കേസിൽ പരാതിക്കാരിക്കെതിരെ KSU നേതാവും രാഹുലിന്റെ സുഹൃത്തുമായ ഫെന്നി നൈനാൻ രംഗത്തെത്തി. രാഹുലിനെ സ്വകാര്യമായി കാണണമെന്ന് 2 മാസം മുൻപും യുവതി ആവശ്യപ്പെട്ടുവെന്ന് ഫെന്നി ഫേസ്ബുക്കിൽ അവകാശപ്പെട്ടു. 2024 ബലാത്സംഗം ചെയ്ത ആളെ 2025 ഒക്ടോബറിൽ കാണണമെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണെന്നും ഫെന്നി ഫേസ്ബുക്കിൽ കുറിച്ചു. മറ്റു വാർത്തയിലേക്ക്. സോളാർ കേസ് പ്രതി ബിജു രാധാകൃഷ്ണന്റെ CSR തട്ടിപ്പിൽ സ്ഥാപന ഉടമ ഹൈക്കോടതി അഭിഭാഷക നിഷ പീറ്റർ. നിഷയുടെ പേരിലാണ് NGO ഹെൽപ്പ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിന്റെ ലൈസൻസ് ഉള്ളത്. ലൈസൻസ് രേഖകൾ ന്യൂസ് 18 കിട്ടി. സ്ഥാപനങ്ങൾ തന്റേതെന്നാണ് അഭിഭാഷകയായ നിഷ പീറ്റർ വ്യക്തമാക്കിയിരിക്കുന്നത്. ബിജു രാധാകൃഷ്ണൻ തന്റെ ജീവനക്കാരൻ ആണ്, ബിജുവിനെ സംരക്ഷിക്കുന്നത് താനാണെന്നും നിഷ ന്യൂസ് 18നോട് പറഞ്ഞു. സോളാർ തട്ടിപ്പ് കേസ് പ്രതി ബിജു രാധാകൃഷ്ണന്റെ CSR തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനിടെയാണ് ഈ തട്ടിപ്പ് നടന്ന സ്ഥാപനം നിഷ കെ പീറ്റർ എന്ന അഭിഭാഷകയുടേതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് NHF എന്ന സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ എന്നയാളുടെ പേരിലാണ്. സ്ഥാപനം തൻ്റേതെന്ന് നിഷ കെ പീറ്റർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. താനാണ് ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്നതെന്നും അവർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ബിജു അദ്ദേഹത്തിന്റെ ആണെന്ന് പറഞ്ഞാണ് പല കാര്യങ്ങളും ക്ലെയിം ചെയ്തത്. അതൊന്നും എനിക്കറിയില്ല. സ്ഥാപനങ്ങൾ കൊച്ചിയിൽ എന്റെ പേരിൽ 3 സ്ഥാപനങ്ങളുണ്ട്. അത് ലീഗലായിട്ട് പോകുന്നതാണ്. അവിടെ അതിന് വേണ്ട സ്റ്റാഫുകളും ജോലി ചെയ്യാനും ഉണ്ട്. ബിജു രാധാകൃഷ്ണന് ഞാൻ അവിടെ ജോലി കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്നത്. അത് ഞാൻ CBIയിൽ വരെ പറഞ്ഞിട്ടുള്ളതാണ്. പുള്ളിനെ സംരക്ഷിക്കുന്നത് ഞാൻ തന്നെയാണ്. നേരത്തെ CSR ഇടപാടുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ട പരാതിക്കാരും ഒരു അഭിഭാഷകയാണ് ഈ തട്ടിപ്പുകൾക്ക് പിന്നിൽ ബിജുവിനെ സഹായിക്കുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു. പണം നഷ്ടമായ ശേഷം തിരികെ ചോദിച്ചപ്പോൾ അഭിഭാഷക തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലും നേരത്തെ നടത്തിയിരുന്നു. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ഉയർന്ന റാങ്കിലുള്ള അഭിഭാഷകനാണെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പരിചയപ്പെടുത്തിയ അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പരിചയപ്പെട്ട അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ ഹൈക്കോടതിയിലെ ഏറ്റവും വലിയ അഭിഭാഷകയാണ്. ഒരുപാട് പ്രമാദപ്പെട്ട ഒരുപാട് കേസുകൾ, വലിയ വലിയ കേസുകൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്ത ആളുകളാണ്.
സുപ്രീം കോടതിയിൽ വലിയ അഭിഭാഷകനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ബിജു രാധാകൃഷ്ണൻ ഞങ്ങളായിട്ട് ആദ്യം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഒപ്പം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കേസിലെ പ്രതിയായ മാർട്ടിനുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളുടെ കാര്യങ്ങൾ തന്നോട് പറഞ്ഞിരുന്നു എന്നും ഈ കേസിലെ പരാതിക്കാരൻ പറഞ്ഞിരുന്നു. 3 കോടിയോളം രൂപയുടെ ഇടപാടുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ താൻ പിന്നാലെ നടത്തും. അങ്ങനെ ഒരു സമയത്ത് നിഷ കെ പീറ്റർ ട്രൈബൂട്ട് ഹോട്ടലിൽ കടന്നു വരികയും നിഷയുടെ കൂടെ അന്ന് ഈ നടിയെ ആക്രമിച്ച കേസിലെ 2ാം പ്രതിയായ മാർട്ടിൻ ഉണ്ടായിരുന്നു. മാർട്ടിൻ അന്ന് ജാമ്യത്തിൽ ഇറക്കിയത് നിഷയായിരുന്നു. എന്നിട്ട് അതിനുശേഷം എന്നോട് കുറച്ച് കാര്യങ്ങൾ ബിജു രാധാകൃഷ്ണൻ പേഴ്സണലായിട്ട് റിൻഷാദ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നടി ആക്രമിച്ച കേസിൽ നമുക്ക് അതിൻ്റെ അതർ സ്റ്റെപ്പുകളായിട്ട് കുറച്ച് മുന്നോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് കുറച്ച് ഞെട്ടിക്കുന്ന വാർത്തകളായിരുന്നു എന്ത് ചെയ്ത് ബിജു രാധാകൃഷ്ണൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം CSR തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തട്ടിപ്പ് നടന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, പോണ്ടിച്ചേരി ഒപ്പം മധുര എന്നിവിടങ്ങളിലായി CSR സമ്മിറ്റുകൾ ബിജു രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. വൻകിട ബിസിനസ് ഗ്രൂപ്പുകളും കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളും, അതായത് മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവ നടത്തുന്ന മാനേജ്മെൻറ്റുകളും നിരവധി ട്രസ്റ്റ് ഭാരവാഹികളും ഈ സമ്മിറ്റുകളിൽ പങ്കെടുത്തിരുന്നു. ഈ സമ്മിറ്റുകളിൽ പങ്കെടുത്ത പലർക്കും CSR ഫണ്ട് നൽകാമെന്ന പേരിൽ വാഗ്ദാനം ബിജു നൽകിയിരുന്നു. ഈ പേരിൽ പിന്നീട് ഒരുപാട് പണം നഷ്ടമായെന്ന വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് പ്രാഥമിക തലത്തിലുള്ള അന്വേഷണങ്ങൾ, രഹസ്യാന്വേഷണ വിഭാഗം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പരാതിക്കാർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിക്ക് അയച്ച പരാതി DGPക്ക് കൈമാറുകയും സിറ്റി പോലീസിന് പിന്നീട് നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ഇടപാടുകാർ പരാതി നൽകിയിരിക്കുന്നത്. വൈകാതെ തന്നെ FIR ഇട്ട് നിഷ കെ പീറ്ററിനും ബിജു രാധാകൃഷ്ണനുമെതിരെ അന്വേഷണം ആരംഭിക്കുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. ശരി. നാസ സ്പേസ് എക്സ് ക്രൂ 11 ദൗത്യ സംഘം കാലാവധിന് മുൻപ് ഭൂമിയിൽ തിരിച്ചെത്തി. ബഹിരാകാശ സഞ്ചാരി ഒരാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടതിനെ തുടർന്നാണ് ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നത്. പേടകം പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ലാൻഡ് ചെയ്തു. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്താണ് വിശദാംശങ്ങൾ? സഞ്ചാരികളൊക്കെ സുരക്ഷിതരാണല്ലോ അല്ലേ? രഞ്ജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇന്ത്യൻ സമയം 4:30 നാസയുടെ അധികൃതർ പ്രസ് മീറ്റ് നടത്തിയിരുന്നു. ഇതിലവർ വിശദീകരിച്ചത് ഒരു സഞ്ചാരിക്ക് ഈ ബഹിരാകാശ നിലയത്തിൽ വെച്ച് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടതിനെ തുടർന്നാണ് ഈ ദൗത്യം ഉപേക്ഷിക്കേണ്ടി വന്നതെന്നാണ്. അതായത് ബഹിരാകാശ നിലയത്തിൽ ഈ അടിയന്തരമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് നേരിടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും കൂടുതൽ പരിശോധനയ്ക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സംവിധാനങ്ങളൊന്നും തന്നെ ബഹിരാകാശ നിലയത്തിലില്ല. അതുകൊണ്ട് ഒരു സുരക്ഷാ മാനദണ്ഡം എന്നുള്ള നിലയിലാണ് ഭൂമിയിലേക്ക് എത്തിച്ചതെന്നാണ് ഇവരുടെ വിശദീകരണം. നിലവിൽ ഈ 4 ബഹിരാകാശ സഞ്ചാരികളും സുരക്ഷിതർ തന്നെയാണ്. അവർ പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ തത്സമയം നേരത്തെ കണ്ടതാണ്. ഇവരെ 4 പേരെയും നിലവിൽ സാന്റിയാഗോയിലുള്ള ഒരു പ്രത്യേക നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് ഇവരെ ക്വാറന്റൈനിൽ താമസിപ്പിച്ച് ആരോഗ്യ പരിശോധനകൾ ഉൾപ്പെടെ നടത്തും. അതിനുശേഷം നാളെ ഇവരെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നാസയുടെ 2 ശാസ്ത്രജ്ഞരായിട്ടുള്ള, അതിൽ ഒന്ന് കമാൻഡറാണ്, ഒരാൾ പൈലറ്റുമാണ്. ഇവർ 2 പേരും നാളെ ടെക്സസിൽ അവരവരുടെ വീടുകളിലേക്ക് പോകും. പിന്നെ മറ്റ് 2 ബഹിരാകാശ സഞ്ചാരികൾ, ഇവർ 2 പേരും, ഒരാൾ ജാപ്പനീസ് ബഹിരാകാശ സഞ്ചാരിയാണ്, ഒരാൾ റഷ്യയിൽ നിന്നുള്ള ആളാണ്. ഇവർ 2 പേരും അവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഒരു ദിവസം സാന്റിയാഗോയിലുള്ള പ്രത്യേക നിരീക്ഷണ കേന്ദ്രത്തിലായിരിക്കും. എന്തായാലും ഈ ക്രൂ 11 ദൗത്യം അത് പ്രതീക്ഷിച്ചതിലും നേരത്തെ അവസാനിപ്പിക്കേണ്ടി വന്നു. ജനുവരി 7-ാം തീയതിയാണ് ഇത്തരത്തിലൊരു മെഡിക്കൽ എമർജൻസി ഉള്ളതായിട്ട് അറിയിച്ചത്. അതിനുശേഷം പിന്നീട് ഈ തിരിച്ച് എത്തിക്കാനുള്ള ഒരു ദൗത്യ ശ്രമങ്ങളായിരുന്നു. അതിനുശേഷം ഇന്ന് പ്രാദേശിക സമയം 2:30 കാലിഫോർണിയയ്ക്ക് അടുത്തുള്ള പസഫിക് സമുദ്രത്തിലാണ് ഇത് സ്പ്ലാഷ് ഡൗൺ ചെയ്തത്. ഇനി നിലവിൽ അടുത്ത ദൗത്യമുള്ളത് ക്രൂ 12-ന്റെ ഒരു ബഹിരാകാശത്തേക്കുള്ള ദൗത്യമാണ്. ക്രൂ 12-ന്റെ ദൗത്യം ഇതിനു മുൻപേ പദ്ധതിയിട്ടിരുന്നത് ഫെബ്രുവരി 15 ഇനി ആ ദൗത്യം അത് നേരത്തെ ആക്കാനുള്ള കാര്യങ്ങളും കൂടി ആലോചിക്കുന്നതായിട്ടാണ് നിലവിൽ നാസയുടെ അധികൃതർ പറഞ്ഞത്. അതിനു മുൻപേ ഒരു മൂൺ മിഷൻ കൂടി നാസയുടെ ഭാഗമായിട്ട് നടക്കാനുണ്ട്. ആർട്ടമിസ് 2 എന്ന് പറയുന്ന ഒരു ദൗത്യമാണ്. അതിൻ്റെ ഒരു ഷെഡ്യൂളും കൂടി നേരത്തെ ആക്കേണ്ടതുണ്ട്. അത് വിക്ഷേപിച്ചതിന് ശേഷം മാത്രമേ ക്രൂ 12 അവരുടെ പര്യവേഷണം ആരംഭിക്കൂ എന്നാണ് നാസയുടെ വിശദീകരണം.
പാർട്ടി നേതാക്കളും പ്രവർത്തകരും നടത്തുന്ന ഗൃഹസന്ദർശന പരിപാടിക്ക് മാർഗരേഖയുമായി CPM. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായ സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നതിൽ ചർച്ച തുടങ്ങാമെന്ന് മാർഗരേഖയിൽ പറയുന്നു. ജനങ്ങൾക്ക് പറയാനുള്ളത് ക്ഷമാപൂർവ്വം കേൾക്കണം. വർഗീയ സംഘടനകളെ വിമർശിക്കുന്നത് ഏതെങ്കിലും മതത്തോടുള്ള വിദ്വേഷമല്ലെന്നും CPM മുസ്ലിം വിരുദ്ധ സമീപനമല്ല സ്വീകരിക്കുന്നതെന്നും വ്യക്തമാക്കണമെന്ന് മാർഗരേഖയിലുണ്ട്. പത്മകുമാറിനെതിരായ നടപടിയെടുക്കാത്തതും വിശദീകരിക്കും. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനത്തിന് തുടക്കമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലാണ് ഗൃഹസന്ദർശനം നടത്താൻ CPM തീരുമാനിച്ചത്. നേരത്തെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സമാനമായ ഒരു ഇടപെടൽ CPM നടത്തിയിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലേക്കും എത്തി ജനങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനും അവർക്ക് ഈ സർക്കാരിന്റെ CPMന്റെ പ്രവർത്തനങ്ങളിൽ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനും അതിൽ പാർട്ടിയുടെ നിലപാട് വിശദീകരിക്കാനുമാണ് ഗൃഹസന്ദർശനം. തിരുവനന്തപുരത്ത് മണ്ണന്തലയാണ് ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ വീടുകളിൽ എത്തിയത്. ഇതേ മാതൃക എല്ലായിടത്തും അത്തരത്തിൽ ഗൃഹസന്ദർശനം നടത്തും. ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനാണ് ഗൃഹസന്ദർശനമെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കി. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിചാരിക്കാത്ത തരത്തിലുള്ള ചില തിരിച്ചടികൾ പാർട്ടിക്കുണ്ടായി. 14 ജില്ലാ പഞ്ചായത്തുള്ളതിൽ 7 ജില്ലാ പഞ്ചായത്ത് ജയിച്ചു. അപ്പോൾ അവിടെ ജില്ലാ പഞ്ചായത്തിന്റെ കാര്യത്തിൽ തുല്യമാണ്. പക്ഷേ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഇതൊക്കെ വരുമ്പോഴത്തേക്ക് UDFന് ഒരു മേൽക്കൈ കിട്ടിയിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് കേരളത്തിലെ എല്ലാ വീടുകളിലും എത്തി മനസ്സിലാക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മുഴുവൻ ഇത് നടക്കുകയാണ്. കൃത്യമായൊരു മാർഗരേഖയുമായാണ് CPM പ്രവർത്തകർ നേതാക്കളും ജനങ്ങളിലേക്ക് എത്തുന്നത്. ഗൃഹസന്ദർശന പരിപാടിക്ക് വേണ്ടി മാർഗരേഖ CPMന്റെ സംസ്ഥാന സമിതി തയ്യാറാക്കിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങണമെന്നാണ് രേഖ പറയുന്നത്. തിരിച്ചടിയുണ്ടായ സ്ഥലങ്ങൾ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന ചർച്ചയിൽ തുടങ്ങണം. ജനങ്ങൾക്ക് പറയാനുള്ളത് ക്ഷമാപൂർവ്വം കേൾക്കണം. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാലും പ്രാധാന്യമുള്ള വിഷയം എന്ന നിലയിൽ കേൾക്കണം. ജനങ്ങൾ എന്താണോ പറഞ്ഞത് ക്ഷമാപൂർവ്വം സമയമെടുത്ത് അവരെ കേൾക്കണമെന്നാണ് നേതൃത്വം പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെടുന്നത്. തർക്കിച്ച് ജയിക്കാനല്ല, ശരിയായ ധാരണയിലെത്തിക്കാൻ ക്ഷമയോടെ ഇടപെടണമെന്ന നിർദ്ദേശമാണ് പാർട്ടി പ്രവർത്തകർക്ക് നേതൃത്വം നൽകുന്നത്. വർഗീയ സംഘടനകളെ വിമർശിക്കുന്നത് ഏതെങ്കിലും മതത്തോടുള്ള വിദ്വേഷമല്ല, ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. CPM മുസ്ലിം വിരുദ്ധ സമീപനം അല്ല സ്വീകരിക്കുന്നത് വ്യക്തമാക്കണം. മുസ്ലിം സമുദായത്തിലെ തീവ്ര സ്വഭാവമുള്ള സംഘടനകളെ വിമർശിക്കുന്നത് മുസ്ലിം സമുദായത്തിനെതിരായ വിമർശനവും CPM നിലപാടും അല്ല എന്ന് തന്നെ അവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. ശബരിമല തിരിച്ചടിയായെന്ന അതേ രീതി തുറന്നു സമ്മതിക്കാൻ CPM തയ്യാറല്ലെങ്കിലും ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അതിലും കേൾക്കണം. എന്തുകൊണ്ട് പത്മകുമാർ നടപടിയെടുക്കാത്തത് എന്ന കാര്യം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. പത്മകുമാർ ചെയ്ത തെറ്റിന്റെ സ്വഭാവം വ്യക്തമായിരുന്നില്ല. കുറ്റപത്രത്തിൽ അത് വ്യക്തമാക്കുന്ന ഘട്ടത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് തന്നെ ജനങ്ങളെ പറയണം. രാഷ്ട്രീയക്കാരനായാലും തന്ത്രിയായാലും കുറ്റം ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതടക്കം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പൂർണ്ണമായും കേട്ടുകൊണ്ട് ക്ഷമാപൂർവ്വം അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് സർക്കാരിനോടും പാർട്ടിയോടുമുള്ള തെറ്റിദ്ധാരണ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു മാറ്റാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഗൃഹസന്ദർശനത്തിന്റെ ഭാഗമാകും. സംസ്ഥാനത്തെ എല്ലാ പ്രദേശങ്ങളിലെ വീടുകളിലേക്കും എത്തി തെറ്റ് ഏറ്റുപറഞ്ഞ് തെറ്റ് തിരുത്താനുള്ള പാർട്ടിയുടെ തീരുമാനം, പാർട്ടിയുടെ മനസ്സ് തുറന്നു പറഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് CPMന്റെ തീരുമാനം. അതിന്റെ ഭാഗമായാണ് ഗൃഹസന്ദർശനം ആരംഭിച്ചിരിക്കുന്നത്. തൃശൂരിൽ കലാപൂരം. തൃശ്ശൂർ നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. രണ്ടാം ദിവസമായ ഇന്ന് 349 പോയിന്റുമായി കോഴിക്കോടും കണ്ണൂരും ഒപ്പത്തിനൊപ്പമാണ്. 347 പോയിന്റുമായി തൃശ്ശൂർ ജില്ല തൊട്ടടുത്തുണ്ട്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, ഇന്ന് വേദിയെ പ്രധാനമായും ആകർഷിച്ച ഇനങ്ങൾ ഏതൊക്കെയാണ്? വലിയ ജനസാന്നിധ്യമുണ്ടോ കലോത്സവത്തിലുടനീളം? തീർച്ചയായും രഞ്ജിത്ത്, തൃശ്ശൂർക്കാർക്ക് തൃശ്ശൂർ പൂരം തന്നെ അത്രയേറെ പൂരമാക്കിയിരിക്കുന്ന, ആഘോഷമാക്കിയിരിക്കുന്നത് തന്നെയാണ് കലോത്സവ പൂരവും. പ്രധാനപ്പെട്ട ഇന്നും ഗ്ലാമർ ഇനങ്ങൾ തന്നെയായിരുന്നു പല വേദികളിലും നടന്നത്. തിരുവാതിര ഉണ്ടായിരുന്നു, ഒപ്പന ഉണ്ടായിരുന്നു, അങ്ങനെ പല ഐറ്റംസൊക്കെ ഇനങ്ങളൊക്കെ മത്സരങ്ങളിലെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവസാനിച്ചിട്ടില്ല. 25 വേദികളും സജീവമാണ്. നിറഞ്ഞ സദസ്സിൽ തന്നെയാണ് ഈ മത്സരങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോടൊപ്പം ഇപ്പോൾ ചേരുന്നത് കഴിഞ്ഞ വർഷം മോഹിനിയാട്ടത്തിന് A ഗ്രേഡ് നേടിയ
വൈഷ്ണവിയാണ്. വൈഷ്ണവി ഇത്തവണയും മോഹിനിയാട്ടത്തിന് തന്നെയാണ് മത്സരിച്ചത്. എ ഗ്രേഡ് പ്രതീക്ഷിക്കുന്നു അല്ലേ? പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം കലാമണ്ഡലത്തിൽ പഠിച്ച കുട്ടി കൂടിയാണ്. ഇനിയും കലാമണ്ഡലത്തിൽ പഠിക്കാൻ ഈ ഹയർ സ്റ്റഡീസ് മോഹിനിയാട്ടം തന്നെ എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. പറയൂ വിശേഷങ്ങൾ. എന്താ പറയാ, ഞാൻ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ വന്നിട്ടുണ്ട് സ്റ്റേറ്റിക്ക്. അപ്പൊ എനിക്ക് സബില് സെക്കൻഡ് ആയിരുന്നു. അപ്പീൽ കൊടുത്തിട്ട് ജില്ലയിൽ വന്നു, ഫസ്റ്റ് സ്റ്റേറ്റിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നു. അപ്പൊ ഇത് ലാസ്റ്റത്തെ ഒരു വർഷമായപ്പോ ഇപ്പോഴും സ്റ്റേറ്റിക്ക് വരാനൊരു അവസരം കിട്ടിയതിലാണ് സന്തോഷം. ഇനി എങ്ങനെയാണ് തുടർന്നുള്ള പഠനം? മോഹിനിയാട്ടം തന്നെ മോഹിനിയാട്ടം തന്നെ സ്പെസിഫൈ ചെയ്തിട്ട് കലാമണ്ഡലത്തിൽ ഡിഗ്രി എടുക്കണം എന്നാണ് ആഗ്രഹം. അവിടുന്ന് പോകുന്നോണ്ട് ചിലപ്പോ കിട്ടാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സന്തോഷം. അതിനിടയിൽ ഒരു അവാർഡ് കൂടി മകൾക്ക് കിട്ടിയിരുന്നല്ലോ അല്ലേ? നാട്യപ്രഭ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ അവളിപ്പോ ഡിപ്ലോമ ചെയ്തിട്ടുണ്ട് കലാമണ്ഡലം ലീലാമ്മ ട്രസ്റ്റിന്റെ. അമ്മയാണ് മകൾക്കൊപ്പം എല്ലാ വേദികളിലും എത്തിക്കുന്നതും അല്ലേ മകളുടെ മുന്നോട്ടുള്ള? അതെ, ഗുരുനാഥന്മാരുടെ പിന്തുണ കൊണ്ടാണ് നമുക്കിങ്ങനെ പിന്നെ ചെയ്യാൻ കഴിയണത്. കലാമണ്ഡലം റോഷൻ ചന്ദ്രനും കലാമണ്ഡലം ഹരിദേവി പ്രകാശുമാണ് പഠിപ്പിക്കുന്നത്. മോഹിനിയാട്ടത്തിനോട് ഇത്രയേറെ ഇഷ്ടം തോന്നാൻ കാരണം? ഞാൻ ഭരതനാട്യം പഠിച്ചു, കുച്ചിപ്പുടി പഠിച്ചു, എല്ലാം പഠിച്ചു. പക്ഷെ എനിക്ക് എന്റെ ബോഡി കുറച്ചും കൂടി ഒരു മോഹിനിയാട്ടത്തിനുള്ള പോലെയും, പിന്നെ അമ്മയ്ക്ക് മോഹിനിയാട്ടം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഇതിലേക്ക് ഇഷ്ടം വന്നു. +2 ആണ്. അപ്പൊ ഇത് അവസാനത്തെ കലോത്സവം കൂടിയാണ്. അതിന്റെ ചെറിയൊരു വിഷമമില്ലേ? നല്ല വിഷമമുണ്ട്. കാരണം ഇനി ഇങ്ങനെ ഒരു വേദി കിട്ടാൻ നല്ല പണിയാണ്. അവസാന കലോത്സവം. ഇതൊക്കെ കാണാനുള്ള സമയം കിട്ടിയോ? കാണാൻ സമയം കിട്ടില്ല. രാവിലെ വന്നു, ഇവിടെ തിരുവാതിരക്കാരുടെ ഇത് നോക്കി ഞാൻ പോയി റെഡിയായി തിരിച്ചു വന്നു. അപ്പോ മോഹിനിയാട്ട മത്സരം കഴിഞ്ഞതിന് ശേഷം ആണ് ഇപ്പോൾ വൈഷ്ണവി ന്യൂസ് 18നോട് വിശേഷങ്ങൾ പങ്കുവച്ചത്. അങ്ങനെ രഞ്ജിത്ത്, ഇത് മാത്രമല്ല, ഒരുപാട് കലാരൂപങ്ങൾ എല്ലാ മത്സര ഇനങ്ങളും സജീവമാണ്. ദേ തൃശ്ശൂർക്കാരുടെ ഒരു ഇവരെ എങ്ങനെയാണ് ഈ കലോത്സവ പൂരത്തെ സ്വീകരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. എന്നോടൊപ്പം ഇപ്പോ നാടോടി നൃത്തം കഴിഞ്ഞു അല്ലേ മോളെ? അതിന്റെ റിസൾട്ട് വന്നു. എ ഗ്രേഡ് ഉണ്ട്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. എവിടെന്നാ വരുന്നത്? ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂർക്കാര് തന്നെയാണ്. ഏതാ സ്കൂള്? ഞാൻ മോഡൽ ബോയ്സ് തൃശ്ശൂർ തന്നെ. തൃശ്ശൂർ തന്നെയാണ്. പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പെർഫോമൻസ്? നന്നായി ചെയ്യാൻ പറ്റി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആണ് സ്റ്റേറ്റില്. എന്റെ ലാസ്റ്റ് ഇയർ ആണ്, +2ലാണ്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സ്റ്റേറ്റ് കലോത്സവമായിരുന്നു. അത് വലിയ സന്തോഷമാണ്. എന്നാലും ഒരു സങ്കടമുണ്ട്. ഇന്ന് എന്തായിരുന്നു അവതരിപ്പിച്ചത്? ഇന്ന് ഞങ്ങള് ലഹരി തീമായിട്ടുള്ള ഒരു ഐറ്റാണ് ചെയ്തത്. ലഹരിക്കെതിരെ ഒരു മെസ്സേജ് കൊടുത്തിട്ടുള്ള ഒരു ഐറ്റാണ്. ഒരു 2 സ്റ്റെപ്പ് വെക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടില്ലല്ലോ. പാട്ടില്ലാണ്ട് കളിക്കും. എത്ര വർഷമായി? ഇപ്പൊ 5 വയസ്സ് തൊട്ട് പഠിക്കുന്നതാണ്. 5 വയസ്സ് മുതല് പഠിക്കുന്നുണ്ട്. എന്തേ വൈകി കലോത്സവ വേദികളിൽ എത്താൻ? ഞങ്ങള് ഡിസ്ട്രിക്ട് ലെവൽ വരെ ഇത് എല്ലാ വർഷവും വരാറുണ്ട്. സ്റ്റേറ്റിലേക്ക് എത്താറില്ല. അതുകൊണ്ടാണ് അല്ലേ? എന്തായാലും എല്ലാവിധ ആശംസകളും താങ്ക് യു. നമ്മുടെ കുട്ടികളെല്ലാവരും വളരെ വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഈ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുന്നത്. ഒരു മത്സരം എന്നതിനപ്പുറത്തേക്ക് അവരുടെ പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു വേദിയായിട്ട് തന്നെയാണ് അവർ ഇതിനെ കാണുന്നതും. അതേ കലോത്സവ ഇത് നമ്മുടെ ഇപ്പൊ നിൽക്കുന്ന ഈ മൈതാനം തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. വിവിധ ഇനം കലാരൂപങ്ങളൊക്കെ കഴിഞ്ഞ്, കലാമത്സരങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുട്ടികൾ ഇറങ്ങുന്ന സമയം കൂടിയാണ്. 25 വേദികളിൽ ചെന്നാലും ഈ കാഴ്ച തന്നെയാണ് രഞ്ജിത്ത് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. കണ്ണൂരാണോ കോഴിക്കോടാണോ ആരാണ് മുന്നിലെത്തുക എന്നതിന്റെ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. അത്തരത്തിലാണ് നമ്മുടെ കുട്ടികളുടെ ഒക്കെ ഒരു മത്സരവും ആ രീതിയിൽ തന്നെയാണ്. വാശിയേറിയ പോരാട്ടം തന്നെയാണ്. ഇതിപ്പോൾ 1ാമത്തെ വേദിയിലാണ് ഈ തിരുവാതിര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അധികം വൈകാതെ തന്നെ ഇത് എല്ലാ മത്സരങ്ങളും പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് സംഘാടകർ പറയുന്നത്. ഹായ്, എന്താ പേര്? ആണോ? ഒരു പാട്ട് പാടിയേ. പാട്. കലോത്സവത്തിനൊക്കെ പങ്കെടുക്കണ്ടേ? ഇപ്പോഴൊക്കെ പാടണ്ടേ? വേണ്ടേ?
എവിടെ തൃശ്ശൂർ തന്നെയാണ്? തൃശ്ശൂരാണ്. എങ്ങനെയുണ്ട് അവിടെ തൃശ്ശൂരിലെ കലോത്സവം എത്തിയാണോ? എപ്പോ എത്തിയുള്ളൂ, കാരണം കണ്ടിട്ട് പോകുള്ളൂ. എങ്ങനെയുണ്ട് ഇവിടുത്തെ വൈബൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് വരുന്നതിന്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. ചെണ്ട എ ഗ്രേഡ് ഉണ്ടോ? ഏതിനായിരുന്നു? കായമ്പകയ്ക്ക്. എങ്ങനെയുണ്ടായിരുന്നു മോനെ? നന്നായിട്ട് പെർഫോം? നല്ല മത്സരം. നല്ല ഒപ്പം ഉണ്ടായിരുന്ന കടുത്ത പോരാളികൾ തന്നെയായിരുന്നു, മത്സരാർത്ഥികൾ തന്നെയായിരുന്നു. എവിടെന്നാ വരുന്നത്? കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. മറ്റേതെങ്കിലും ഇനത്തിലുണ്ടോ? ഇല്ല, കായമ്പക മാത്രമേ ഉള്ളൂ. കൊട്ടാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ ഇപ്പോ? ചെണ്ടയുണ്ട്. നമുക്ക് സമയമുണ്ടെങ്കിൽ അല്പം ഒന്ന് കൊട്ടി കാണിച്ച പ്രേക്ഷകർക്ക് വേണ്ടി കൊട്ടി കാണിച്ചാൽ സന്തോഷമായിരിക്കും. എത്ര വർഷമായി മോനിത് പഠിക്കുന്നു? ഞാൻ 7ാം ക്ലാസ്സിന് അരങ്ങേറ്റം കഴിഞ്ഞു. 7ാം ക്ലാസ്സിൽ അരങ്ങേറ്റം കഴിഞ്ഞു. ഇത് എത്രാമത്തെ കലോത്സവമാണ്? ഇത് 64ാമത്തെ അല്ലേ? അല്ല, മോന്റെ എത്രാമത്തെ കലോത്സവം? 3ാമത്തെ കലോത്സവം. അപ്പൊ കഴിഞ്ഞ തവണ എല്ലാം എ ഗ്രേഡ് കിട്ടിയോ? ഇവിടെ വന്നിട്ടില്ല, സ്റ്റേറ്റില് ഫസ്റ്റാ. ഓക്കെ. അപ്പൊ ഇവിടെ റിസൾട്ട് വന്നോ? വന്നു. എ ഗ്രേഡ് ഉണ്ട് അല്ലേ? നമുക്ക് ഒന്ന് കൊട്ടി കാണിച്ചാലോ? ബാ, ഇങ്ങോട്ട് നിക്കാം. എനിക്ക് പണ്ടേ ഇതിനോട് താല്പര്യമുണ്ട്. ഉത്സവങ്ങളിലൊക്കെ പോകുമ്പോ കണ്ടിട്ട് അച്ഛൻ മാരാറാണ്. അപ്പൊ അച്ഛൻ തന്നെയാണ് ഗുരുനാഥൻ അല്ലേ? അല്ല, ചെറുതായിട്ട് വിജിൻകാന്ത് മാരാട്ടാണ്. മകന്റെ പെർഫോമൻസ് കണ്ടപ്പോ എന്ത് തോന്നി? സന്തോഷമായി. കുറെ കഷ്ടപ്പെടുന്നു, അതുകൊണ്ട് അതിന്റെ ഒരു റിസൾട്ട് കിട്ടിയത്. അച്ഛൻ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു? മുമ്പ് പങ്കെടുത്തിരുന്നു. 97 പങ്കെടുത്തിരുന്നു. അപ്പൊ മകനും അതേ സ്ഥാനത്ത് നിൽക്കുമ്പോ ഒരു സന്തോഷം അല്ലേ? അങ്ങനെ അച്ഛനും മകനും ഈ തായമ്പക കൊട്ടുന്നവരാണ്. മകൻ ആ മത്സരവേദിയിൽ എത്തുമ്പോൾ അതിന്റെ ഇരട്ടി സന്തോഷം കൂടിയാണ് അച്ഛൻ പങ്കുവെച്ചത്. അങ്ങനെ എല്ലായിടങ്ങളിലും എവിടെ നോക്കിയാലും കലാകാരന്മാരാണ്, ആഘോഷങ്ങളാണ്. രഞ്ജിത്ത്, ഇനിയും വിശേഷങ്ങൾ തീർന്നില്ല. നാളെ 3ാമത്തെ ദിവസവും ഇതുപോലുള്ള മികച്ച പ്രകടനങ്ങളുമായി നമ്മുടെ കുട്ടികൾ വേദികൾ നിറയ്ക്കും. നമുക്ക് പ്രധാന വേദിയിൽ ഇപ്പോൾ ഒപ്പന മത്സരം പുരോഗമിക്കുകയാണ്. തത്സമയം അഞ്ജനാമീഴിയും തഞ്ചം പാർത്തിടേ ശീലനായി നെഞ്ചകത്ത് വൻ
നമുക്കിനി കലോത്സവത്തിലെ ഒരു അപൂർവ കാഴ്ചയിലേക്ക് പോകാം. ഓട്ടം തുള്ളൽ വേദിയിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയ അതിഥിയെ കാണാൻ നിരവധി പേരാണ് എത്തിയത്. 89 വയസ്സുകാരി സാവിത്രി അമ്മ കുട്ടികൾക്ക് അനുഗ്രഹം നൽകി മടങ്ങിയ സാവിത്രി അമ്മയ്ക്ക് ഇനി മോഹൻലാലിനെ കാണണമെന്നാണ് ആഗ്രഹം. കലോത്സവ വേദിയിലെ ഇനി മനോഹരമായ ഒരു കാഴ്ച കണ്ടാലോ? 89 വയസ്സുള്ള സാവിത്രി അമ്മ ഇവിടെ കലാവേദികളിൽ എത്തിയിരിക്കുകയാണ്. ഓരോ മത്സരങ്ങൾ കാണാൻ ഇപ്പോൾ ഈ ഓട്ടംതുള്ളൽ കാണാൻ എത്തിയിരിക്കുകയാണ്. അമ്മൂമ്മ ഓട്ടംതുള്ളൽ കണ്ടോ? ഓട്ടംതുള്ളൽ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ആണോ? 89 വയസ്സായില്ലേ? ഇപ്പോഴും ഇഷ്ടാണോ ഇങ്ങനെ ഇതൊക്കെ കാണാൻ? ആണ്. അമ്മൂമ്മ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? പണ്ട് ഇല്ല, അങ്ങനെ പങ്കെടുത്തിട്ടൊന്നും ഇല്ല. പക്ഷെ കാണാനാണ് ഏറ്റവും ഇഷ്ടം അല്ലേ? ഇത് മകന്റെ കൂടെ വന്നു. നടക്കാൻ ബുദ്ധിമുട്ടാണോ? നടക്കാൻ വയ്യ. ഈ കാലിന് നീക്കി വെച്ചാ മെല്ലെ മെല്ലെ നടക്കും. ഇപ്പൊ ഓടിയിട്ട് നടക്കാനൊന്നും വയ്യ. പറ്റില്ല. അവിടെ ഇരിക്കും, ഭക്ഷണം കഴിക്കും. അതന്നെ. അത് ചോറൊന്നും കഴിക്കാൻ പാടില്ല. ചെറിയ അരിയിട്ട് കഞ്ഞി വെച്ച് കൂട്ടാൻ എന്തെങ്കിലും കൂട്ടാൻ മാത്രം. ഈ കൊച്ചു കുട്ടികളെയൊക്കെ കാണുമ്പോ, ഈ കൊച്ചു മക്കളെയൊക്കെ കാണുമ്പോ എന്താ തോന്നുന്നേ? എന്താ ചെയ്യാ? എന്റെ വീട്ടിലാരും ഇല്ല, ഞാനും അമ്മ ഈ കൊച്ചുമക്കളെ ഇങ്ങനെ ഓരോ മത്സരങ്ങളിലൊക്കെ കാണുമ്പോ സുഖാട്ടാ. നല്ല നല്ല കുട്ടികളും ആൾക്കാരും ഒക്കെ ഇവിടെ ഇതൊക്കെ എല്ലാവരും നല്ലവരും. എന്താ അവരോട് പറയാനുള്ളത്? എന്താ അവര് ചോദിക്കുന്നത് പറയാന്നല്ലത്. എന്താ അല്ല, കുട്ടികളോട് എന്താ പറയാനുള്ളത്? കുട്ടികളോട് അവിടെ നിന്നോളോ, ഇരുന്നോളോ, പോരോ, കിടന്നോളോ എന്നൊക്കെ പറയാം. ഒരു പാട്ട് പാടിയാലോ? അമ്മൂമ്മ ഒരു പാട്ട് പാടോ? ഒരു പാട്ട് പാടിയേ. ഓമന കുട്ടൻ ഗോവിന്ദൻ ബാലരാമനെ കൂടെ കൂടാതെ കാമിനി മണി അമ്മാതന്നങ്ക സിമേനി ചെന്നു കയറിനാൻ അമ്മയും അപ്പോൾ മറവാണാച്ചിട്ട ഉമ്മാവേശുകീഴാവിനെ അമ്മിഞ്ഞ കൊടുത്താനന്ദീർത്തിച്ചു ചിന്മയാനപ്പോളോദീന ഒപ്പത്തിയിലുള്ള കുട്ടികളൊരു 32 പേരുണ്ട്. ആ പിള്ളേരായി വനത്തിൽ കാളിബ. ഇപ്പോൾ ഞാനമ്മയെ പോകട്ടെ, അയ്യോ എന്നുണ്ണി ഇപ്പോൾ പോകല്ലേ. തീയുപോലുള്ള വീടൻ്റെ വെറുതെ എന്നമ്മയെ തടയണ്ടേ. പോട്ടെ പരിചോടിന്നവിടേക്കുന്നുവാൻ. എന്തായാലും നല്ല മനോഹരമായിട്ട് അമ്മൂമ്മ പാടിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളെയൊക്കെ അനുഗ്രഹിച്ചല്ലോ അല്ലേ? കുട്ടികൾക്ക് അനുഗ്രഹമൊക്കെ കൊടുത്തല്ലോ. തൃശ്ശൂർ പൂരത്തിനും പുലികളിക്കും ഒക്കെ പോവാറുണ്ട്. ചിലതിനൊക്കെ പോകുന്നുണ്ട്. അന്ന് കാല് മുറിഞ്ഞിട്ടൊന്നുമില്ല ചിലതിന്റെ പോലും. പിന്നീട് വന്നപ്പോ സ്കൂൾ വ്യത്യാസമായി, അപ്പൊ പോയി. അല്ലെ, മകനാണ് കൊണ്ടുപോകുന്നത് അല്ലേ? മകനാണ്. ചേട്ടാ, അപ്പൊ അമ്മൂമ്മയുടെ ഒരു ആഗ്രഹം, അമ്മയുടെ ആഗ്രഹം ആണോ ഇങ്ങനെയൊക്കെ ആളുകളെ കാണാൻ? അമ്മയ്ക്ക് താല്പര്യമാണ്, യാത്രയും താല്പര്യമാണ് അമ്മയ്ക്ക്. അപ്പൊ അമ്മ എവിടേക്ക് പറയണോ അത് ഞാൻ കൊണ്ടു നടക്കും. ഇപ്പൊ ചെറിയ കുട്ടികൾ ഇപ്പൊ എന്ത് പറയണോ അത് ഞാൻ സഹായിച്ചു കൊടുക്കുക. അപ്പൊ ഞാൻ ജീവിതം അമ്മയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചേക്കാണ് ഞാൻ. അപ്പൊ അത് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ജീവിതത്തില്. ജീവിതം ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ വിഷമമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ എന്റെ അമ്മേനെ നോക്കി സുഖമായി സന്തോഷമായി ജീവിക്കുന്നു. അതിന്റെ മുഖത്ത് കാണാൻ എന്റെ അമ്മ ഇല്ലേ? സുന്ദരി അമ്മൂമ്മയാണല്ലോ. അമ്മൂമ്മക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടല്ലേ? സ്ട്രോക്ക് ഒന്നുമില്ല പ്രശ്നം, വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം ക്ലിയർ ആണ്. ഇപ്പൊ ആരോഗ്യവതിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. 100%. ഇവിടെ വന്ന് കുട്ടികളെയൊക്കെ അനുഗ്രഹിച്ചു, പാട്ടൊക്കെ പാടി. തൃശ്ശൂർ പൂരത്തിനും പുലിക്കളി അതുമാതിരി ഇവിടെ എന്താ പറയാ, പിണറായി വിജയൻ കാണിച്ചു കൊടുത്തു, തൃശ്ശൂർ പൂരം കാണിച്ചു കൊടുത്തു, മഞ്ജു വാര്യരെ കാണിച്ചു കൊടുത്തു. ഈ മമ്മിക്ക് മോദി കാണുന്നുണ്ട്, മോഹൻലാലിനെ കാണുന്നുണ്ട്. ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. മോഹൻലാൽ എന്തായാലും 18-ാം തീയതി വരും. ഒരു അവസരം കിട്ടട്ടെ, ഇത് കണ്ട് മോഹൻലാൽ അമ്മൂമ്മയെ കാണാൻ വരട്ടെ. മോഹൻലാലിനെ വരണം എന്തായാലും. മോഹൻലാലിനെ ഇഷ്ടാണോ? ഇഷ്ടാണ്. കാണാൻ ആഗ്രഹമുണ്ടോ? അപ്പൊ എന്തായാലും
18-ാം തീയതി തൃശ്ശൂര് വരും. വരുമ്പോ 1-ാം തീയതി. മോഹൻലാലിന്റെ സിനിമയൊക്കെ കാണോ? ഇഷ്ടമാണ് സിനിമയൊക്കെ? സിനിമ കാണാറുണ്ട്, ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും ഒരു മോഹൻലാൽ ഫാൻ കൂടിയാണ് ഈ 89 വയസ്സുകാരിയായിട്ടുള്ള സാവിത്രി അമ്മ. മോഹൻലാലിനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം കൂടി പ്രകടിപ്പിച്ചിട്ടുണ്ട്. മകനാണ് ഇപ്പോൾ അമ്മയും കൊണ്ട് ഈ കലോത്സവ വേദികളിലേക്ക് വരികയും അതൊക്കെ കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ചെറിയൊരു മറവിയുടെ പ്രശ്നം കൂടിയുണ്ട് അമ്മൂമ്മയ്ക്ക്. പക്ഷേ വളരെ മനോഹരമായിട്ടുള്ള സന്തോഷം നൽകുന്ന ഒരു കാഴ്ച കൂടിയാണ് ഈ കലോത്സവ വേദിയിൽ നിന്നും. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 തൃശ്ശൂർ. ഹൈക്കോടതി കേസ് പരിഗണിക്കാനിരിക്കെ എന്തിന് സുപ്രീം കോടതിയിലേക്ക് വന്നു എന്ന വിമർശനവും നിർമ്മാതാക്കൾ നേരിട്ടു. റിലീസ് വൈകിയാൽ സാമ്പത്തിക നഷ്ടം വർദ്ധിക്കുമെന്ന നിർമ്മാതാവിന്റെ ആശങ്കയും കോടതി വകവച്ചില്ല. ജനനായകൻ സിനിമയ്ക്ക് വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും കിട്ടുന്നത്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ 2-അംഗ ബെഞ്ചാണ് ഇപ്പോൾ കേസ് പരിഗണിച്ചത്. കേസ് പരിഗണിച്ചപ്പോൾ നിർമ്മാതാക്കളോട് ചോദിച്ചിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ ഈ കേസ് നിലനിൽക്കുകയില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ധൃതി പിടിച്ച് സുപ്രീം കോടതിയിലേക്ക് വരുന്നത് എന്നതായിരുന്നു നിർമ്മാതാവിനോട് ചോദിച്ച ചോദ്യം. വെങ്കട് കെ നാരായണ, KVN പ്രൊഡക്ഷൻസിന്റെ നിർമ്മാതാവായ വെങ്കട് കെ നാരായണനാണ് സുപ്രീം കോടതിയിൽ ഈ ഹർജി സമർപ്പിച്ചത്. വെങ്കട് കെ നാരായണനോടായിരുന്നു കോടതിയുടെ ഈ ഒരു ചോദ്യവും എന്ന് പറയുന്നത്. അവിടെ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് ധൃതി പിടിച്ച് ഇവിടേക്ക് വരുന്നു, 21-ാം തീയതി പരിഗണിക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് വരുന്നത് എന്ന ചോദ്യമാണ് തിരിച്ച് സുപ്രീം കോടതി ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കേസ് തള്ളിയിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ഈ കൊണ്ടുവന്നിരിക്കുന്ന നിർമ്മാതാവിന്റെ ഹർജി തള്ളുകയാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിവിഷൻ ബെഞ്ചിലേക്ക് തിരിച്ചു പോകൂ, ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നതാണ് സുപ്രീം കോടതി പറയുകയും ചെയ്തത്. നേരെ മറിച്ച് നിർമ്മാതാവ് സുപ്രീം കോടതിയിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം, അഡ്വക്കേറ്റ് മുകുൾ റോത്തഗിയാണ് നിർമ്മാതാവിന് വേണ്ടി വാദിക്കാൻ എത്തിയത്. പറഞ്ഞിരുന്ന കാര്യമെന്ന് പറയുന്നത് 5000 തിയേറ്ററുകളോളം ബുക്ക് ചെയ്തിരിക്കുന്നു. വലിയൊരു സാമ്പത്തിക നഷ്ടം ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു. തുടക്കം തൊട്ട്, അതായത് കഴിഞ്ഞ മാസം തന്നെ ഈ കോപ്പി, സിനിമയുടെ കോപ്പി സെൻസറിന് അയച്ചതെന്നാണ്. പിന്നീട് കട്ട്സ് വേണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും തിരികെ വന്നിരുന്നു. പക്ഷേ വീണ്ടും സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് വാക്കാൽ പറഞ്ഞിട്ട് പോലും തന്നില്ല എന്നൊക്കെ വീണ്ടും സുപ്രീം കോടതിക്ക് മുന്നാകെ നിർമ്മാതാവ് വാദിക്കുകയും ചെയ്തു. പക്ഷേ ഒരു തരത്തിലും സുപ്രീം കോടതി ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഡിവിഷൻ ബെഞ്ചിലേക്ക് തന്നെ തിരിച്ചു പോകൂ എന്നാണ് പറഞ്ഞത്. മാത്രമല്ല വലിയൊരു സാമ്പത്തിക നഷ്ടം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നതും നിർമ്മാതാവ് പറയുകയും ചെയ്തിരുന്നു. വലിയ തുക തന്നെയാണ് ഈ സിനിമ റിലീസ് ഡേറ്റ് മാറ്റിയതുകൊണ്ട് തന്നെ ഉണ്ടായത്. തിയേറ്റേഴ്സുമായിട്ട് കരാർ ഒപ്പിട്ടതാണ്, അത് മാറ്റപ്പെട്ടു. 5000-ഓളം തിയേറ്ററുകളിൽ ഈ സിനിമ റിലീസ് ചെയ്യേണ്ടിയിരുന്നതാണ്. മാത്രമല്ല തമിഴ്നാട്ടിൽ പൊങ്കൽ സീസണുമായി ബന്ധപ്പെട്ട് അപ്പോൾ റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയും കൂടിയാണ് ഇത് എന്നതും പറഞ്ഞു. മാത്രമല്ല ഇനി റിലീസ് ഡേറ്റ് വൈകുകയാണെങ്കിൽ കൂടുതൽ സാമ്പത്തിക നഷ്ടത്തിലേക്ക് നീങ്ങുമെന്നതും കൂടി നിർമ്മാതാവ് അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഒരു തരത്തിൽ പോലും അത് ഏറ്റെടുക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും തിരിച്ച് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകൂ എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറയുന്നത്. അതുകൊണ്ട് തന്നെ നിർമ്മാതാവിന് ഇനി മറ്റൊരു വഴിയുമില്ല. 9-ാം തീയതി റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയായിരുന്നു. പക്ഷേ വീണ്ടും ഇത് വൈകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ 21-ാം തീയതിയിലേക്ക് ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിക്കാനിരിക്കെ ഏകദേശം 2 ആഴ്ചയോളം, സിനിമ 9-ാം തീയതി റിലീസ് ചെയ്യേണ്ടിയിരുന്നു, 2 ആഴ്ചകൾ കഴിഞ്ഞിട്ട് 21-ാം തീയതി ഇത് വീണ്ടും ഡിവിഷൻ ബെഞ്ച് കേൾക്കുകയേ ചെയ്യുള്ളൂ. അപ്പോഴും വിധി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എന്തായാലും നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ് ജനനായകൻ സിനിമയുമായി ബന്ധപ്പെട്ട് കിട്ടുന്നത് എന്നുള്ളതാണ് സുപ്രീം കോടതിയിൽ നിന്നും മനസ്സിലാകുന്നത്. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് അവസാനിച്ചു. വൈകിട്ട് 3:30 വരെ 41% വോട്ടുകൾ പോൾ ചെയ്തു. BMC ഉൾപ്പെടെ മഹാരാഷ്ട്രയിൽ 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കാണ് വോട്ടെടുപ്പ്. നാളെയാണ് വോട്ടെണ്ണൽ. ഇതിനിടെ വോട്ടറുടെ കയ്യിൽ മായാത്ത മഷി പുരട്ടുന്നതിന് പകരം മാർക്കർ പേന ഉപയോഗിക്കുന്നുവെന്ന ആരോപണവുമായി രാജ് താക്കർ രംഗത്ത് വന്നു. എന്നാൽ ആരോപണം BMC തള്ളി. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ, നടിയും MP-യുമായ ഹേമമാലിനി, അക്ഷയ് കുമാർ, ജോൺ എബ്രഹാം തുടങ്ങിയവർ വോട്ട് രേഖപ്പെടുത്തി. പൊളിറ്റിക്കൽ കൺസൾട്ടൻസി സ്ഥാപനമായ ഐപാക്കിന്റെ ഓഫീസുകളിലെ ED റെയ്ഡുകളുമായി ബന്ധപ്പെട്ട കേസിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും സർക്കാരിനും കനത്ത തിരിച്ചടി. ED ഉദ്യോഗസ്ഥർക്കെതിരായ ബംഗാൾ സർക്കാരിന്റെ നടപടികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ED ഉദ്യോഗസ്ഥർക്കെതിരെ ബംഗാൾ പോലീസ് ഫയൽ ചെയ്ത FIR-കളിലെ തുടർ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ച കോടതി ജനുവരി 8-നുണ്ടായ സംഭവത്തിലെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ ഉത്തരവിട്ടു. ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്രയും വിപുൽ പഞ്ചോളിയും ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് ഉത്തരവ്. വിഷയത്തിൽ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ നിയമവാഴ്ച ഉണ്ടാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. UPA സർക്കാർ ഇടതുപക്ഷത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി നടപ്പാക്കിയതാണ് തൊഴിലുറപ്പ് പദ്ധതിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തങ്ങൾ ഇല്ലെങ്കിൽ നടക്കില്ലായിരുന്നു. ഗാന്ധിയുടെ പേര് മാറ്റി രാംജിയാക്കി നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. UPA ഗവൺമെന്റ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി
ഇടതുപക്ഷത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി നടപ്പിലാക്കേണ്ടി വന്ന ഒരു പദ്ധതിയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്നത്. അത് അവസാനിപ്പിക്കാനുള്ള നിലപാട് ഞങ്ങൾ പരസ്യമായിട്ട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഈ നിയമ ഭേദഗതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇപ്പോഴും നടപ്പിലാക്കാൻ പോകുന്ന ഗാന്ധിജിയെ അതിൽ നിന്ന് ഒഴിവാക്കി രാം എന്ന പേര് അതിന്റെ ഒപ്പം ചേർത്ത് എന്നിട്ട് ഈ പരിപാടിയെ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ബില്ലാണ് നിയമമായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ആ നിയമത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന പ്രഖ്യാപനമാണ് ലക്ഷക്കണക്കിന് മനുഷ്യൻ ഇന്ന് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മുമായി കോൺഗ്രസ് ചർച്ച നടത്തിയിട്ടില്ലെന്ന് KPC അധ്യക്ഷൻ സണ്ണി ജോസഫ്. മുസ്ലിം ലീഗ് ചർച്ച നടത്തിയോ എന്ന് അറിയില്ല. മുന്നണിയുടെ നന്മയ്ക്കായി ആർക്കും അവരുടേതായ സംഭാവനകൾ ചെയ്യാമെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. ചർച്ച നടന്നിട്ടില്ല. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ചർച്ച നടന്നു? എപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഇന്നലെ KC വേണുഗോപാൽ തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഒരു ചർച്ചയും ഞങ്ങളായിട്ട് നടന്നിട്ടില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, UDFന്റെ ജനകീയ അടിത്തറ വിപുലീകരിക്കുക. അതാണ് ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത്. അത് വിപുലീകരിക്കാൻ സാധിച്ചു. ജനങ്ങളുടെ പിന്തുണ വർദ്ധിപ്പിച്ചു. വ്യക്തികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. സംഘടനകളെ കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല. അന്ന് ഞങ്ങളൊന്നും പറയുന്നില്ല. അന്ന് വേറൊരു പാർട്ടിയുടെ ഒരു ചർച്ചയും ഞാൻ അറിഞ്ഞിട്ട് നടന്നിട്ടില്ല. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം മാധ്യമങ്ങളുടെ മാത്രം ചർച്ചയാണ്. എവിടെ നിന്നാണ് വിവരം ലഭിച്ചതെന്ന് മാധ്യമങ്ങൾ വ്യക്തമാക്കണം. വരാൻ താല്പര്യമുള്ളവർ വരും, ആരെയും നിർബന്ധിക്കില്ല. ഒരു വിസ്മയവും UDF അവകാശപ്പെട്ടിട്ടില്ലെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു. ഒരു ചർച്ചയും നടന്നിട്ടില്ല. UDFന്റെ കൺവീനർ, സംസ്ഥാനതല കൺവീനർ അടൂർ പ്രകാശാണ്. യാതൊരു വിധത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ലെന്ന് ആധികാരികമായി എനിക്ക് പറയാൻ കഴിയും. ഇത് എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചർച്ചകൾ നടത്തി എന്ന് പറഞ്ഞ് അത് വെച്ച് കാര്യങ്ങളിലേക്ക് പോകുന്നത് ശരിയാണോ എന്നതിനെക്കുറിച്ച് അവരാലോചിക്കണം. ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം, ഞങ്ങളുമായി ബന്ധപ്പെട്ട് UDFുമായി ബന്ധപ്പെട്ട് വരാൻ കഴിയുന്നവർ വരട്ടെ, പക്ഷേ അത് അവരുടെ ആവശ്യപ്രകാരം മാത്രമേ ആയിരിക്കുകയുള്ളൂ. അതല്ലാതെ കണ്ട ഒരാളിനെ പോലും സമ്മർദ്ദം ചെലുത്തി ഞങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കില്ല. UDFിലേക്ക് പോയ CPM മുൻ MLA ഐഷ പോറ്റിയുടേത് ആത്മാർത്ഥതയില്ലാത്ത പ്രതികരണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. മുൻ സഹപ്രവർത്തകയെ പറ്റി അങ്ങനെ പറയുന്നതിൽ വിഷമമുണ്ട്. ഒരു സ്ഥാനവും ലഭിക്കാതെ എത്രയോ പേർ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു. UDFന് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആത്മവിശ്വാസമില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവരെ ഒപ്പം ചേർക്കാൻ ശ്രമിക്കുന്നതെന്നും ബേബി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ആത്മവിശ്വാസത്തോടുകൂടി അഭിമുഖീകരിക്കാനുള്ള കെൽപ്പ് UDFനില്ല എന്നാണ്. അത് UDFന്റെ നേതാക്കന്മാരൊരാൾ പ്രതിപക്ഷത VD സതീശൻ തന്നെ വ്യക്തമാക്കി. LDFിൽ നിന്നും NDAയിൽ നിന്നും BJPയുടെ നേതൃത്വത്തിലുള്ള NDAയിൽ നിന്നും ഞങ്ങൾ പലരും വിട്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇന്നിപ്പോൾ ഉള്ള UDF കെൽപ്പില്ലാത്തതാണ്. ജനങ്ങളെ അഭിമുഖീകരിക്കാനും വിജയപ്രതീക്ഷയോടുകൂടി പ്രവർത്തിക്കാനും ശേഷിയില്ലാത്തൊരു UDF ആണെന്നുള്ള UDFന്റെ തുറന്ന സമ്മതമാണ് ഇതിലൂടെ വെളിപ്പെടുത്തുന്നത്. LDFിൽ നിന്നും ആരെങ്കിലും പോകുമോ എന്നതിനെ സംബന്ധിച്ച് വിസ്മയമുണ്ടാവും എന്നൊക്കെയുള്ള മട്ടിൽ ശ്രീ VD സതീശൻ നടത്തിയിട്ടുള്ള അവകാശവാദങ്ങൾ ഒരു ചീറ്റിപ്പോയ അനുഭവമാണ് യഥാർത്ഥത്തിൽ. ജോസ് കെ മാണി അസന്നിഗ്ധമായ ഭാഷയിൽ വ്യക്തമാക്കി LDFന്റെ ഭാഗമാണ് മാണി കേരള കോൺഗ്രസ്. അതാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് PP ദിവ്യയെ ഒഴിവാക്കി. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സൂസൻ കോടിയെയും നീക്കി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് നടപടി. 3 തവണ പ്രസിഡന്റായതുകൊണ്ടാണ് സൂസൻ കോടിയെ ഒഴിവാക്കിയതെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. ഭാഗീയത പ്രവർത്തനങ്ങളുടെ പേരിൽ CPM സംസ്ഥാന സമിതിയിൽ നിന്ന് സൂസൻ കോടിയെ നീക്കിയിരുന്നു. എന്നാൽ PP ദിവ്യ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് നേതൃത്വം പറയുന്നത്. അതേസമയം CS സുജാത സംസ്ഥാന സെക്രട്ടറിയായി തുടരും. KS സലീഖയാണ് പുതിയ പ്രസിഡന്റ്. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ അയത്തുള്ള അലി ഖമേനി ഭരണം വീഴുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നേതാവായി റൈസ പഹ്ലാവിയെ ഇറാൻ ജനത അംഗീകരിക്കുമോ എന്നതിൽ സംശയമുണ്ടെന്നും ട്രംപ് പറഞ്ഞു. US ഇറാൻ ഏറ്റുമുട്ടൽ അഭ്യൂഹങ്ങൾ ശക്തമായതോടെ കൂടുതൽ രാജ്യങ്ങൾ സ്വന്തം പൗരന്മാരോട് ഇറാൻ വിടാൻ ആവശ്യപ്പെട്ടു. ഇറാൻ വ്യോമപാത താൽക്കാലികമായി അടച്ചത് എയർ ഇന്ത്യ ഇൻഡിഗോ സർവീസുകളെ ബാധിച്ചു. ഇറാനിൽ ഡിസംബർ 28 ആരംഭിച്ച സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം
അനുദിനം രൂക്ഷമാവുകയാണ്. 31 പ്രവിശ്യകളിലും ജനങ്ങൾ സർക്കാരിനെതിരെ തെരുവിലാണ്. പ്രതിഷേധക്കാരെ ശക്തമായി നേരിടുകയാണ് ഇറാൻ സൈന്യവും. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3000 കടന്നു. 18,000-ഓളം പേർ അറസ്റ്റിലായി. അമേരിക്കയുടെ സൈനിക ഇടപെടൽ ഏത് നിമിഷവും ഉണ്ടാകുമെന്ന അഭ്യൂഹവും ശക്തമാണ്. അങ്ങനെയുണ്ടായാൽ UAE, ഖത്തർ, തുർക്കി, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇതിന് പിന്നാലെ ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിൽ അമേരിക്ക സൈനികരുടെ എണ്ണം കുറച്ചു. ഇറാനിലെ നിലവിലെ ഭരണകൂടം തകർന്നു വീഴുമെന്ന റോയിറ്റേഴ്സിന് അനുവദിച്ച അഭിമുഖത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഷാ ഭരണകൂടത്തിന്റെ പതനത്തോടെ നാടുകടത്തപ്പെട്ട് പതിറ്റാണ്ടുകളായി പ്രവാസിയായി കഴിയുന്ന റസ പഹ്ലാവിയെ പുകഴ്ത്തിയ ട്രംപ് പക്ഷേ റസയുടെ നേതൃശേഷിയിൽ സംശയം പ്രകടിപ്പിച്ചു. നേതാവായി റസ പഹ്ലാവിയെ ഇറാൻ ജനത അംഗീകരിക്കുമോ എന്നതിൽ സംശയമുണ്ടെന്ന് ട്രംപ് പരസ്യമാക്കി. In Iran is stopping, and it's stopped, it's stopping. And there's no plan for executions or an execution or executions. So I've been told that on good authority. We'll find out about it. I'm sure if it happens, we'll all be very upset, including you will be very upset, but that's just gotten to me from information that the killing has stopped, that the executions have stopped. They're not going to have an execution. വിദേശ രാജ്യങ്ങളുടെ വിമർശനങ്ങൾ ശക്തമായതിന് പിന്നാലെ പ്രതിഷേധക്കാരെ തൂക്കിലേറ്റാനുള്ള നീക്കങ്ങളിൽ നിന്ന് പിന്മാറുകയാണെന്ന സൂചനയും ഇറാൻ നൽകിയിട്ടുണ്ട്. പ്രതിഷേധക്കാരെ തൂക്കിക്കൊല്ലാൻ സർക്കാരിന് പദ്ധതിയില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. ഇറാനിലെ എംബസി ഉദ്യോഗസ്ഥരെ ബ്രിട്ടൻ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും ഇറാനിലെ ഇന്ത്യൻ പൗരന്മാർ രാജ്യം വിടണമെന്നും നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. മുന്നറിയിപ്പില്ലാതെ മണിക്കൂറുകളോളം ഇറാൻ വ്യോമപാത അടച്ചത് ആശങ്കയുണ്ടാക്കി. ഇറാനിലെ ഇപ്പോഴത്തെ സാഹചര്യം 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിന് സമാനമാണെന്ന് വിലയിരുത്തുന്നവർ നിരവധിയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇനി സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,125, പവന് 1,05,000. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,880, പവന് 87,040. വെള്ളി ഗ്രാമിന് 295, കിലോയ്ക്ക് 2,95,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. ഇനി പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.